ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ലെസൺ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്യാരക്ടർ സ്കെച്ച് ഓഫ് നൊമിത. ഓക്കെ, നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 4 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ഒക്കെ സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. PYQസിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, പിന്നെ വേറെയും കുറേ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ഏത് വേണോ ചോദിക്കാം, നൊമിത തന്നെ ചോദിക്കണമെന്നില്ല. പക്ഷേ നൊമിതയും ചോദിച്ചിട്ടുണ്ട് പലതവണയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇനി വരുന്ന +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരും അവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അവസാനം ഹൈപ്പ് കൂടി തന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെഡിങ് കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ നൊമിത എന്ന് മാത്രം കൊടുത്ത് എഴുതാണ്ട് എന്തായാലും ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: നൊമിത എ ഫ്ലെയിം അപ്പോൺ മെയിൽ ഡോമിനേഷൻ. ഓക്കെ, പുരുഷാധിപത്യത്തിന് മേലുള്ള ഒരു ഫ്ലെയിമാണ് നൊമിത അല്ലേ എന്നുള്ള രീതിക്ക് നമുക്ക് അത്രയും ഒന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഈ രീതിക്ക് കൊടുക്കാം. ഈ രീതിക്ക് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നൊമിത എന്ന് മാത്രം കൊടുത്തിട്ട് നിങ്ങൾ ഹെഡിങ് എഴുതി സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അട്രാക്റ്റീവായിട്ട് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാപൂർണ ദേബി. അല്ലേ, നമ്മുടെ ആശാപൂർണ ദേബി എഴുതിയ ഷോർട്ട് സ്റ്റോറിയായ മാച്ച് ബോക്സിലെ സെൻട്രൽ ക്യാരക്ടറാണ് നൊമിത എന്ന് പറയുന്നത്. ഷീ റെപ്രസെൻറ്റ്സ് ദ ടിപ്പിക്കൽ ഇന്ത്യൻ വൈഫ് ഹു ഫേസസ് നെഗ്ലിജൻസ്, ഇൻസൾട്ട്, ഹറാസ്മെൻറ്റ് ഫ്രം ദ മെയിൽ ക്യാരക്ടർ. നൊമിത ഈസ് പ്യുവർലി എ സിഗ്നറ്റ് ഓഫ് ഇന്ത്യൻ വിമൻഹുഡ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു നൊമിത എന്ന് പറയുമ്പോൾ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വൈഫ്, അതായത് ഇന്ത്യയിലുള്ള ഒരു മുഴുവൻ സ്ത്രീകളുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് വരുന്നത് അല്ലേ. അതായത് പൊതുവിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലേ പുരുഷന്മാരിൽ നിന്നും അനുഭവിച്ച് വരുന്ന നെഗ്ലിജൻസും ഇൻസൾട്ടും ഹറാസ്മെൻറ്റും ഇതൊക്കെ ആ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയ ഒരു ടൈമിലല്ലേ. അപ്പോൾ അന്നൊക്കെയല്ലേ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കുറേ കൂടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിലൊക്കെയാണല്ലോ. അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസൊക്കെ നേരിടുന്ന സ്ത്രീകളുടെ ഒരു സിഗ്നറ്റായിട്ട്, അതായത് ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നമ്മുടെ നൊമിത നിൽക്കുന്നത്, ഒരു അടയാളമായിട്ടാണ് നിൽക്കുന്നത്. നൊമിതാസ് വിഡോവ്ഡ് മദർ മാനേജസ് ടു മാരി ഹെർ ഓഫ് ടു എ വെൽത്തി ഫാമിലി ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹെർ ബ്യൂട്ടി. But in husband's house, Nobita has no privacy or self-esteem. She is emotionally upset and insecure. അല്ലേ, അപ്പോൾ നൊമിതയുടെ വിധവയായ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഈ നൊമിതേനെ എന്ത് ചെയ്തു, അവളുടെ ഒരു ലുക്ക് മാത്രം വച്ചിട്ടാണ് വേറെ ഫിനാൻഷ്യലി വേറെ ഒന്നും കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നൊമിതയുടെ ബ്യൂട്ടി മാത്രം വച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലോട്ട് മാരി ചെയ്ത് വിടുന്നത് അല്ലേ. അതൊക്കെ സ്റ്റോറി വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ആ ഒരു കാര്യമൊക്കെ. പിന്നെ പക്ഷേ ഹസ്ബൻഡിൻ്റെ ഹൗസിൽ എങ്ങനെയായിരിക്കും, നൊമിതയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവൾക്കൊരു പ്രൈവസിയോ ഒരു തരത്തിലുള്ള റൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ഫ്രീഡമോ അവർക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ. ഫുള്ളി ഇമോഷണലി ഭയങ്കര അപ്സെറ്റും ഭയങ്കര ഒരു ഇൻസെക്യൂർ ആയിട്ടല്ലേ. അതായത് ഒരു തരത്തിലുള്ള ലിബർട്ടിയോ കാര്യങ്ങളോ ഒരു സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല ആ ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അജിത്ത് എന്ത് ചെയ്തില്ല, നൊമിതയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നൊമിത ഫുള്ളി ഭയങ്കര ഉള്ള എല്ലാ ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് അത്രയും സഫർ ചെയ്തിട്ടായിരുന്നു ആ ഒരു വീട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. Then her husband Ajit is narrow-minded and dominating. He used to open and read the letters addressed to Nomita without her permission അല്ലേ. അപ്പോൾ അവളുടെ ഹസ്ബൻഡാണ് അജിത്ത് എന്ന് പറയുന്നത്. സോ അജിത്ത് ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ് അദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഓൾസോ ഡോമിനേറ്റിംഗ്, അതായത് അയാളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ആ നാരോ മൈൻഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മീൻസ് പൊതുവിൽ പറയുന്നൊരു കാര്യമാണ്, പുരുഷന്മാർക്കെന്ന് പറയുമ്പോൾ അവർ സ്ത്രീകളെക്കാരും കുറച്ചുകൂടി സുപ്പീരിയർ ആണ് എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ ആ രീതിക്ക് തന്നെ മീൻസ് അല്ലെങ്കിൽ ആ ഒരു പാട്രിയാർക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അജിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അജിത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നൊമിത എന്ന് പറയുന്നൊരു സ്ത്രീയാണ്, ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ മീൻസ് ഞാനായിരിക്കും സുപ്പീരിയർ, എൻ്റെ ഇൻഫീരിയർ ആയിട്ട് നിന്നാൽ മതി ഈ ഒരു നൊമിത എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അജിത്ത് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കും, നൊമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെ, അന്ന് കൂടുതലും ഈ പോസ്റ്റൽ വഴിയുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ മൊബൈൽ കണക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ നൊമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സ്, കത്തുകളെല്ലാം എന്ത് ചെയ്യും, നൊമിതയ്ക്ക് കൊടുക്കാണ്ട് അജിത്ത് തന്നെ ആദ്യം ഓപ്പൺ ചെയ്ത് വായിക്കും. അതാണ് അജിത്തിൻ്റെ ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ ഒരാൾക്ക് വരുന്ന കത്തുകൾ അയാളാണ് വായിക്കേണ്ടതല്ലേ, വേറൊരാൾ പൊട്ടിച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ അതത്ര നല്ലൊരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇവിടെ അജിത്ത് പറയുന്നത് എന്താ പറയുക, വേറെ ആരെങ്കിലും നൊമിതയ്ക്ക് സീക്രട്ടായിട്ട് ലവ് ലെറ്റേഴ്സോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു മീൻസ് കുറച്ച് പോലും ആ ഒരു എന്താ പറയുക ട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല അജിത്തിന്. ഓക്കെ, അത്രയ്ക്ക് ആ ഒരു എന്താ പറയുക പാട്രിയാർക്കിയുടെ അങ്ങേയറ്റമാണ് അജിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് എന്താണ്, നൊമിത കൺസിഡേഴ്സ് ഇറ്റ് ആസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്ത്. ഓക്കെ, അജിത്തിൻ്റെ ഒരു അഗ്ലി ഹാബിറ്റ്, മോശമായിട്ടുള്ളൊരു സ്വഭാവമായിട്ടാണ് ഈ ഒരു സ്വഭാവത്തെ, ഏത് സ്വഭാവമാണ് ഈ ലെറ്റേഴ്സ്, നൊമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സ് എടുത്ത് വായിക്കുന്നത്, നൊമിതയ്ക്ക് കൊടുക്കാണ്ട്. ഓക്കെ, ഈ ഒരു സ്വഭാവത്തെ നൊമിത കാണുന്നത്. ഷി വാസ് ബോൾഡ് എനഫ് ടു വാൺ ഹിം സെവറൽ ടൈംസ് ഇൻ ഓർഡർ ടു കൺട്രോൾ ഹിസ് നാസ്റ്റി ബിഹേവിയർ. അതായത് നൊമിത അജിത്തിനെ പലതവണ എന്ത് ചെയ്യുന്നുണ്ട്, വാൺ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുതെന്ന് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ലെറ്റേഴ്സ് വരുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വായിക്കരുതെന്ന്. പക്ഷേ എന്താക്കി, നൊമിത ഗെറ്റ്സ് എക്സ്ട്രീംലി ആംഗ്രി വെൻ ഷീ ഫൈൻഡ്സ് ഹർ മദേഴ്സ് ലെറ്റർ ഫ്രം അജിസ് പോക്കറ്റ്. ദിസ് ടൈം ഷീ ഹിസസ് ലൈക്ക് എ സ്നേക്ക്. ഓക്കെ, പക്ഷേ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇതിങ്ങനെ യൂഷ്വലി അജിത്ത് ചെയ്യുന്ന ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ്, നൊമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സ് എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ നൊമിത പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വായിക്കരുത് എന്നുള്ള കാര്യം, അത് തനിക്കിഷ്ടമല്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നിട്ടും ഒരു ദിവസം അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നൊമിതയുടെ അമ്മ അയച്ച ഒരു കത്ത് നൊമിതയ്ക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ നൊമിതയ്ക്ക് കൊടുക്കാണ്ട് എന്ത് ചെയ്തതാണ്, അജിത്ത് തുറന്ന് വായിച്ചിട്ട് അത് പോക്കറ്റിൽ ഇട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നൊമിതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഓക്കെ, സോ ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു, ഷീ ഹിസസ് ലൈക്ക് എ സ്നേക്ക്. ഓക്കെ, ഒരു പാമ്പിനെ പോലെ എന്താ പറയുക അലറി, അല്ലെങ്കിൽ ഒരു പാമ്പിനെ പോലെ ചീറ്റി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ അത്രയും ദേഷ്യം കൊണ്ട് ഇതായി എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള തനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഫുള്ളി എന്താ പറയുക ഒരു തരത്തിലും ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും തന്നെ അനുഭവിക്കാതെയാണ് നൊമിത ആ വീട്ടിൽ എന്താണ് കഴിഞ്ഞുകൂടുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോൾ നൊമിതയ്ക്ക് തൻ്റെ ആ ഒരു ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്, നൊമിത സെൻട്രൽ ക്യാരക്ടറാണ് ഈ ഒരു സ്റ്റോറിയുടെ എന്ന് പറഞ്ഞു. അത് എഴുതിയ ആളുടെ പേരും പറഞ്ഞു, ആശാപൂർണ്ണ ദേബി. പിന്നെ മുഴുവൻ ഒരു ഇന്ത്യൻ വൈഫിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ വിമൻസിൻ്റെ അല്ല വിമൻ്റെ എന്താണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലെ, ഒരു അടയാളം പോലെയാണ് നമ്മുടെ നൊമിത ഇതിൽ നിൽക്കുന്നത്. പിന്നെന്താ പറയുക, അവളുടെ ഒരു എന്താണ് പറയുക വിധവയായിട്ടുള്ള അമ്മ ഇവളുടെ ഒരു ബ്യൂട്ടി വെച്ചിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാരി ചെയ്ത് വിടുന്നത്. അല്ലാണ്ട് അവർ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയൊന്നുമല്ല. പക്ഷേ ഈ ഒരു ലുക്ക് വെച്ചിട്ട് മാത്രമാണ് റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലോട്ട് മാരി ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ ഒരു പ്രൈവസിയോ ഒന്നുമില്ല. ഫുള്ളി ഇൻസൾട്ടും ഹറാസ്മെൻറ്റും ഒക്കെ ഫേസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടാണ് ആ ഒരു വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നൊമിത നിൽക്കുന്നത്. നൊമിതയുടെ ഹസ്ബൻഡാണ് അജിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം ഈ ഒരു പാട്രിയാർക്കി വെച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അതായത് എന്താ പറയുക, നൊമിത ഇപ്പോഴും എന്താ പറയുക അടിച്ചമർത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് നൊമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സൊക്കെ എടുത്ത് ആദ്യമേ വായിച്ച് നോക്കുക എന്നുള്ളൊരു കാര്യം. നൊമിത പലതവണയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വായിക്കരുത്, അതിഷ്ടമല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, നൊമിതയുടെ അമ്മ അയച്ച ഒരു കത്ത് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് വീണ്ടും കിട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് നൊമിതയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത്, അറ്റ് ദ ഹൈറ്റ് ഓഫ് ഹീറ്റഡ് എക്സ്ചേഞ്ച് നൊമിത ഈവൻ ബേൺസ് ദ ആങ്കിൾ ഓഫ് ഹർ സാരി അല്ലേ. അതായത് പിന്നെ അവർക്കിടയിൽ നൊമിതയ്ക്കും അജിത്തിനും ഇടയിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വഴക്കൊക്കെ നടക്കുന്നുണ്ട്. സോ അതിനിടയിൽ നൊമിത ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട്, മീൻസ് ദേഷ്യം എന്ന് പറയുമ്പോൾ ഫുള്ളി ദേഷ്യമല്ല, വിഷമവും സങ്കടവും എന്താ പറയുക എല്ലാം കൂടിയാണ് അല്ലേ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് മെൻ്റലി. അപ്പോൾ അങ്ങനെ ഒരു ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യാണ്, അവളുടെ ആ ഒരു സാരിയുടെ എന്താ പറയുക ആങ്കിൾ ഉണ്ടല്ലോ, മുന്താണി എന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു ആങ്കിൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കത്തിച്ച് അങ്ങനെ സൂയിസൈഡ്
സൂയിസൈഡ് ചെയ്യാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട് അല്ലേ. ദിസ് ഷോസ് ദാറ്റ് ഷീ ഈസ് കോൺഷ്യസ് അബൌട്ട് ഹെർ സെൽഫ് എസ്റ്റീം, ഷീ ഈസ് കറേജിയസ് ഇനഫ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മെയിൽ ഡോമിനേഷൻ, ഷീ ഈസ് ഏബിൾ ടു ഫ്രൈറ്റൻ ഹെർ ഹസ്ബൻഡ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നൊമിത എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അയാൾ എന്താ പറയുക വഴക്ക് പറയോ അതെല്ലാം കേട്ട് നിൽക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം സഹിച്ചു പോവാം എന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയല്ല അല്ലേ. തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, തൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്യാൻ എന്താ പറയുക ബോൾഡായിട്ടുള്ള, അത്രയും കറേജസ് ആയിട്ടുള്ള, അത്രയും ധൈര്യമുള്ളൊരു സ്ത്രീയാണ് നൊമിത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു മീൻസ് അവളുടെ ആ ഒരു എന്താ പറയുക കറേജും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സൂയിസൈഡ് ആ ഒരു അജിത്തിന് മുന്നിൽ ചെയ്യുമ്പോൾ അജിത്ത് നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ എന്താണ്, അത്രയും ഒരു ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് നൊമിത എന്ന് പറയുന്നത്. ഓക്കെ, ഷീ ഈസ് ഏബിൾ ടു ഫ്രൈറ്റൻ ഹെർ ഹസ്ബൻഡ്, അതെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് പേടിക്കുന്നുണ്ടായിരുന്നു അവളുടെ. ഓക്കെ, ഹവർ ദ മെത്തേഡ് ഷീ ചോസ് മേ ബി റോങ് ആൻഡ് ഡേഞ്ചറസ്. ഹിയർ വി ഹാവ് ടു തിങ്ക് ദാറ്റ് ഇഫ് നൊമിത വാസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയ്ഡ്, ഷീ വുഡ് ഹാവ് ബിഹേവ്ഡ് ഇൻ എ മോർ സെൻസിബിൾ ആൻഡ് മെച്ചുവർ വേ. അതായത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ അവളുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞ് ഈ കാണിച്ച സംഭവം എന്ന് പറയുന്നത്, ഈ സൂയിസൈഡ് ചെയ്യാൻ മീൻസ് ഈ സൂയിസൈഡ് ചെയ്യാനെടുത്ത ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. മീൻസ് സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ഒരു നല്ല പ്രവണതയല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അതെ നൊമിതയ്ക്ക് കുറച്ച് ഒരു വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സെൻസിബിളായിട്ടുള്ള രീതിയിൽ അവൾ പെരുമാറിയനെ, അല്ലെങ്കിൽ കുറച്ചുകൂടി പക്വതയോടുകൂടി അവൾ പെരുമാറിയനെ, ഈ ഒരു സൂയിസൈഡിലോട്ടൊന്നും പോകത്തില്ലായിരുന്നു എന്നുള്ള രീതിക്കാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് പറയുന്നത്, നൊമിത ഈസ് അഷെയിംഡ് ഓഫ് ഹെർ മദേഴ്സ് ലെറ്റേഴ്സ് ബെഗിങ് ഫോർ മണി, അജിത്ത് ഓൾവേസ് ഇൻസൾട്ട്സ് ഹെർ ഫോർ ദിസ് അല്ലേ. അപ്പോൾ നൊമിതയുടെ അമ്മയുടെ കത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്, അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കത്ത് മകൾക്ക് അയക്കുന്നത്. കാരണം അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു വ്യൂ പോയിന്റിലെന്ന് പറയുമ്പോൾ നൊമിത ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലാണ് മരുമകളായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൊമിത ഭയങ്കര ഒരു എന്താ പറയുക ക്യൂൻ പോലെ, അല്ലെങ്കിൽ ഒരു റാണിയെ പോലെയൊക്കെയാണ് മീൻസ് ജീവിക്കുന്നത്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നമ്മൾ ഈ നന്മ മരം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് അവർ കണ്ടുവച്ചിരിക്കുന്നത്. മീൻസ് അത്രയും എന്താ പറയുക നോബിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയാണ് നൊമിതയുടെ അമ്മയുടെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ നൊമിതയുടെ വീട്ടിലെ ഈ ആക്ച്വലി ഉള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓൾറെഡി എന്താ ആദ്യമേ പറഞ്ഞല്ലോ, ഇവർ പുവറായിട്ടുള്ളൊരു ഫാമിലിയിലുള്ള വ്യക്തിയാണ് നൊമിത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ക്യാഷിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അതായത് അജിത്തിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക അവസാനം വന്ന ആ ഒരു ലെറ്ററിലും ഈ ഒരു ക്യാഷ് തന്നെയായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നെയായിരുന്നു നൊമിതയുടെ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നത്. ക്യാഷ് വേണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ആയിരുന്നു. അപ്പോൾ നൊമിതയ്ക്ക് ഇങ്ങനെ ഒരു നാണക്കേട് വരികയാണ്. എന്തിനാണ് അമ്മ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ബെഗ് ചെയ്യുന്നത്, ഈ പണത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു നാണക്കേട് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാറ്റർ വെച്ചിട്ട് അജിത്ത് എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നൊമിതേനെ കളിയാക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ അമ്മ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൊമിതയുടെ അമ്മേനെ ഒക്കെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെ അജിത്ത് അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നൊമിതയ്ക്കും അത്തരത്തിലൊരു എന്താ പറയുക ഒരു നാണക്കേട് ഫീൽ ചെയ്തത്. ഓക്കെ, ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് നൊമിത ട്രൈസ് ഹെർ മാക്സിമം ടു പ്രൊട്ടക്ട് ലാർജ് ഹാർട്ടഡ് ആൻഡ് ഹൈ മൈൻഡഡ് ഇമേജ് ഓഫ് അജിത്ത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ നൊമിത അനുഭവിക്കുന്ന ഈ ഒരു എന്താ പറയുക ഫാമിലി ലൈഫിൽ അനുഭവിക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും പുറത്ത് ആരുടെ നൊമിത ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നൊമിത എല്ലായ്പ്പോഴും പുറത്ത് വളരെ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അജിത്തിൻ്റെ അജിത്തിനെ പറ്റി പുറത്തുള്ള എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഭയങ്കര വിശാല മനസ്കനാണ്, അതായത് നല്ലൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ, നല്ലൊരു മനസ്സിനുടമയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഇമേജിന് എന്താ പറയുക, ആ ഒരു ഇമേജ് എല്ലായ്പ്പോഴും നൊമിതയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അജിത്ത് ഇങ്ങനെ കൊള്ളരുതാത്തവനാണ്, അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിക്ക് പുറത്ത് ആരുടെ പോയി പരാതിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഷീ ലീവ്സ് ആസ് എ പൊളൈറ്റ് ആൻഡ് ഒബീഡിയൻറ്റ് സിസ്റ്റർ ഇൻ ലോ. ഷീ നോസ് ഹൗ ടു ബിഹേവ് ആൻഡ് കീപ് സൈലൻസ് വെൻ അതേഴ്സ് ട്രൈ ടു ഇൻസൾട്ട് ഹർ. ഷീ ഈസ് ഓൾസോ ഡ്യൂട്ടി ബൗണ്ട്. ഷീ ഹാപ്പിലി വർക്ക്സ് വിത്ത് അതേഴ്സ് ഫോർ ദ ബിഗ് ഫാമിലി. അതായത് നമ്മൾ ആ ഒരു സ്റ്റോറിയുടെ കാര്യത്തിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇവരുടെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ അത്യാവശ്യം കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ അവളുടെ സിസ്റ്റർ ഇൻ ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റർ ഇൻ ലോ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുടെ അടുത്തും
പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന രീതിയിൽ, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന രീതിയിൽ അത്രയും നല്ലൊരു എന്താണ് വ്യക്തിയായിട്ടാണ് ആ ഒരു ഫാമിലിയിൽ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ വേറെ ആരെന്ത് പറഞ്ഞാലും എതിർത്ത് പറയുമോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഓക്കെ, ദെൻ ഓൾസോ നോക്കുക, ഷീ നോസ് ഹൗ ടു ബിഹേവ് ആൻഡ് കീപ് സൈലൻസ് വെൻ അതേഴ്സ് ട്രൈ ടു ഇൻസൾട്ട് ഹർ, അല്ലേ. അപ്പോൾ ബാക്കി ആ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നൊമിതനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും നൊമിത സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മിണ്ടാണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മീൻസ് ബാക്കിയുള്ളവർ, ചുറ്റിനുള്ളവർ എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്താലും എന്താ സൈലൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ആ ഒരു കഴിവാണ് ഇവിടെ പറയുന്നത്, നൊമിതയുടെ ആ ഒരു എബിലിറ്റീനെ പറ്റിയിട്ട്. മീൻസ് അതാണ് അവളുടെ ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ദെൻ ഷീ ഈസ് ഓൾസോ ഡ്യൂട്ടി ബൗണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, മീൻസ് ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അവളുടെ ഡ്യൂട്ടീസും ചുമതലകളും കാര്യങ്ങളൊക്കെ അവൾ നല്ല രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻസ് ഒന്നിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഇത്തരത്തിലുള്ള മെൻ്റലിയും ഒക്കെ ഇത്തരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫാമിലിയിലുള്ള ബാക്കി കുക്കിംഗ്, ബാക്കി അങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ, ഇപ്പോൾ സ്ത്രീകൾ ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ ഒരു വീട്ടിനകത്തെന്ന് പറയുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നൊമിത ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അവളുടെ ബാക്കിയുള്ള സിസ്റ്റർ ഇൻ ലോസിനോടൊപ്പം തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സെക്ഷനിൽ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ നൊമിത ആ ഒരു സ്യൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആ ഒരു അറ്റംപ്റ്റ് കാണിക്കുന്ന അവളുടെ ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. പിന്നെ അതോടുകൂടി അജിത്ത് ആക്ച്വലി പറഞ്ഞെങ്കിൽ കുറച്ച് പേടിച്ച് ഒന്ന് ഒതുങ്ങുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പറഞ്ഞത് നൊമിതയുടെ അമ്മയുടെ കത്തിനെ പറ്റിയിട്ട്. എല്ലായ്പ്പോഴും ക്യാഷിന് വേണ്ടി യാചിച്ചുകൊണ്ടാണ് അവർ കത്തെഴുതുന്നത്. സോ അത് ആ ഒരു റീസൺ പറഞ്ഞിട്ട് അജിത്ത് എല്ലായ്പ്പോഴും അവളെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൊമിതയ്ക്കൊരു നാണക്കേട് ഫീൽ ചെയ്യാണ്, അമ്മ എന്തിനാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ കത്തയക്കുന്നതെന്നുള്ള രീതിക്ക് ചിന്തിച്ചിട്ട്. പക്ഷേ എങ്കിലും അജിത്തിൻ്റെ ആ ഒരു ബാക്കിയുള്ളവരുടെ മനസ്സിലുള്ള അജിത്തിൻ്റെ ഒരു ഇമേജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നൊമിത എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ലൊരു സിസ്റ്റർ ഇൻ ലോയാണ്, എല്ലാവരോടും നല്ല പൊളൈറ്റായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നൊമിത എന്ന് പറയുമ്പോൾ. ബാക്കിയുള്ള എങ്ങനെയൊക്കെ നൊമിതേനെ ഇൻസൾട്ട് ചെയ്യാനും തകർക്കാനൊക്കെ നോക്കിയാലും നൊമിത സൈലൻ്റ് ആയിട്ട് തന്നെ നിന്ന് എല്ലാം ഫേസ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. ആൻഡ് ഓൾസോ ഫാമിലിയിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും, എല്ലാ വർക്കുകളായിക്കോട്ടെ, ചുമതലകളുടെ ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകുന്നൊരു വ്യക്തി കൂടിയാണ് നൊമിത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അവസാനത്തെ സ്ലൈഡാണ് കേട്ടോ. നൊമിത ഈസ് എ ലവിങ് ഡോട്ടർ. Even after all these incidents, she thinks of how to send some money to her mother, അല്ലേ. അപ്പോൾ നൊമിത എന്ന് പറയുന്നത് ഒരു സ്നേഹമുള്ള ഒരു നല്ലൊരു മകൾ കൂടിയാണ്. കാരണം ഇങ്ങനെയൊക്കെ എല്ലാം നടന്നിട്ടും അവസാനം അറ്റ് ദ എൻഡ് നൊമിത ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. കാരണം അമ്മ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് അമ്മ അവിടെ നിൽക്കുന്നത്, അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് കുറച്ച് ക്യാഷ് അജിത്ത് അറിയാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിക്ക്. മീൻസ് ആദ്യമൊക്കെ ഒരു നാണക്കേട് ഫീൽ ചെയ്തെങ്കിലും പക്ഷെ പിന്നീട് അറ്റ് എൻഡ് വീണ്ടും ചിന്തിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പം ഒരു നല്ലൊരു മകളാണ് എന്നുള്ള കാര്യമാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഷീ ഡസൻറ്റ് ബ്രേക്ക് ദ ക്യൂൻ ആൻഡ് റിച്ച് ഇമേജ് ഓഫ് ഹർ മദേഴ്സ് ഫാമിലി. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഫാമിലിക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് നൊമിത ഒരു റാണിയെ പോലെ, ക്യൂൻ പോലെയാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഇമേജിനും ഒരു ഷെഡോ ഏൽക്കാണ്ട് വണ്ണം തന്നെ, മീൻസ് അങ്ങനെയൊന്നും പറയുന്നില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം, വേറെ ഒന്നുമല്ല. മീൻസ് നൊമിതേനെ പറ്റിയിട്ട് അമ്മയുടെയൊക്കെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് പോകുന്ന, മീൻസ് ഒരു രാജ്ഞിയെ പോലെ ജീവിക്കുകയാണെന്നാണല്ലോ അമ്മയൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തന്നെയാണ് നൊമിതയും ശ്രമിക്കുന്നത്. അതായത് താൻ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവർക്കൊന്നും അറിയിക്കുന്നില്ല. ഓക്കെ, അത് ഉള്ളിൽ തന്നെ ഒതുക്കി വയ്ക്കുകയാണ്. ഓക്കെ, മീൻസ് പുറത്തുള്ള ആ ഒരു ഇമേജിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് നൊമിത ട്രൈ ചെയ്യുന്നത്. ആശാപൂർണ ദേബി കമ്പയർസ് നൊമിത ടു എ മാച്ച് ബോക്സ്. ദ പവർഫുൾ ഫ്ലെയിം ഓഫ് മാച്ച് ബോക്സ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി സ്ട്രെങ്ത് ആൻഡ് പവർ ഓഫ് നൊമിത. അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് മാച്ച് ബോക്സ് എന്നല്ലേ. അതായത് ഇവിടെ ആക്ച്വലി ആശാപൂർണ ദേബി, അതായത് നമ്മുടെ ഈ ഒരു കഥ എഴുതിയ വ്യക്തി, അവരെന്താ ചെയ്യുന്നത്, ഈ ഒരു നൊമിതേനെ മാച്ച് ബോക്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റ് ചെയ്യുന്നത്. അതായത് മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് തീപ്പെട്ടിയാണല്ലേ. അപ്പോൾ അതിനകത്ത് ആ ഒരു ഫ്ലെയിം, മീൻസ് ആ ഒരു പവർ ഉണ്ടല്ലോ ആ മാച്ച് ബോക്സിൻ്റെ, അതേ എക്സാക്ട്ലി ആ ഒരു സ്ട്രെങ്തും പവറും ഒക്കെ തന്നെയാണ് നൊമിതയ്ക്കുള്ളത്. ഓക്കെ, എവിടെ ആക്ച്വലി നൊമിത എന്ന് പറയുമ്പോഴും, നൊമിത എന്ന് പറയുന്ന ആദ്യമേ പറഞ്ഞു, അത് മുഴുവൻ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലേ. അപ്പോൾ ആക്ച്വലി ആശാപൂർണ ദേബി ട്രൈ ചെയ്യുന്നത്
എല്ലാ സ്ത്രീകളും ഒരു മാച്ച് ബോക്സ് പോലെയാണ് എന്ന് പറയാനാണ് ട്രൈ ചെയ്യുന്നത്. അതായത് എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഉള്ളിൽ എന്തുണ്ട്, പവറും സ്ട്രെങ്തും ഒക്കെ ഉണ്ട്. ആരും അറിയാണ്ട് പോകുന്നൊരു വലിയൊരു സ്ട്രെങ്തൊക്കെ അവർക്കുണ്ട് എന്നാണ് ആശാപൂർണ ദേവി കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത്. ത്രൂ നൊമിത, ആശാപൂർണ ദേവി ഷോസ് ദ റിയൽ പവർ ഓഫ് വിമൻ. ദ ഫ്ലെയിം വിത്തിൻ എ വിമൻ ക്യാൻ ഡിസ്ട്രോയ് എനി ചാലഞ്ചസ്. ഓക്കെ, അതായത് ഈ നൊമിതയിലൂടെ ആശാപൂർണ ദേവി കാണിക്കാൻ ശ്രമിക്കുന്ന എന്താണ്, ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തിയാണ്. ഓക്കെ, സ്ത്രീകളുടെ യഥാർത്ഥ ഒരു പവർ ഉണ്ടല്ലോ, അതാണ് നൊമിതയിലൂടെ ആശാപൂർണ ദേവി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ഒരു സ്ത്രീക്കുള്ളിലെ ഈ ഒരു ഫ്ലെയിം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക തീപ്പൊരി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു അത്രയും ഒരു ബോൾഡായിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു ശക്തി. ഓക്കെ, ആ ഒരു പവറിന്, ആ ഒരു ഫ്ലെയിമിന് എന്താണ്, തൻ്റെ മുമ്പിൽ എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും, എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും അതിനെയെല്ലാം തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി തന്നെ സ്ത്രീക്കുള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഷീ കമ്പയർസ് വിമൻ ടു മാച്ച് ബോക്സസ്. അതാണ് മാച്ച് ബോക്സുമായിട്ട്, മീൻസ് തീപ്പെട്ടി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് മാച്ച് ബോക്സുമായിട്ട് വിമണിനെ ആശാപൂർണ ദേവി കമ്പയർ ചെയ്യുന്നത്. ദസ് നൊമിത ഈസ് നോട്ട് ജസ്റ്റ് എ ക്യാരക്ടർ, ഷീ ഈസ് എൻ ഐക്കൺ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെയിം ഓഫ് ദ വിമൻഹുഡ്. അതായത് നമുക്ക് നൊമിത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വെറും ഒരു ക്യാരക്ടർ, വെറും ഒരു കഥാപാത്രം മാത്രമല്ല അല്ലേ. അതായത് വിമൻഹുഡിൻ്റെ മീൻസ് സ്ത്രീത്വത്തിൻ്റെ ശക്തിയുടെയും ആ ഒരു ഈ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ജ്വാല എന്നൊക്കെയാണ് കേട്ടോ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു സ്ട്രെങ്ത് അത് തന്നെയാണ്, പവർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സ്ത്രീത്വത്തിൻ്റെ ശക്തിയുടെയും ജ്വാലയുടെയൊക്കെ ഒരു എന്താണ് പ്രതീകം കൂടിയാണ് നൊമിത എന്ന് പറയുന്നത്. വെറുതെ ഒരു കഥാപാത്രം മാത്രമല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം. നൊമിത എന്ന് പറയുന്നത് സ്നേഹമുള്ളൊരു മകളാണ്. അപ്പോൾ എല്ലാ ഇൻസിഡൻസിന് ശേഷവും നൊമിത ആലോചിക്കുന്ന ഒരു കാര്യം തൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാണ് കുറച്ച് ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിക്കാണ്. ഓക്കെ, ദെൻ ഓൾസോ എന്ത് ചെയ്യുന്നുണ്ട്, ദറ്റ് ഈസ് ആശാപൂർണ ദേവി നൊമിതേനെ മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ മാച്ച് ബോക്സിനുള്ള ആ ഒരു അതേ ഒരു പവർ, ആ ഒരു ഫ്ലെയിം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് അത് തന്നെയാണ് നൊമിതയ്ക്കുള്ളത്. ഓക്കെ, നൊമിത എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ മുഴുവൻ ഒരു പ്രതീകമായിട്ട് വരുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അല്ലേ. അതായത് സ്ത്രീക്കുള്ളിലെ യഥാർത്ഥ ശക്തിയാണ് ആശാപൂർണ ദേവി നൊമിതയിലൂടെ കാണിച്ചു തരാൻ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ശക്തിക്ക് മീൻസ് ഒരു വിമന് അകത്തുള്ള എന്താ പറയുക ആ ഒരു ഫ്ലെയിമിന് ഏതൊരു ചലഞ്ചസിനെയും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തെയും തകർത്ത് മുന്നോട്ട് വരാനുള്ള ശക്തി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നൊമിത ഈസ് നോട്ട് ജസ്റ്റ് എ ക്യാരക്ടർ, ഷീ ഈസ് എൻ ഐക്കൺ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെയിം ഓഫ് ദ വിമൻഹുഡ് അല്ലേ. വെറും ഒരു ക്യാരക്ടർ അല്ല നൊമിത എന്ന് പറയുന്നത് അല്ലേ, സ്ത്രീത്വത്തിൻ്റെ ആ ഒരു സ്ട്രെങ്തിൻ്റെയും പവറിൻ്റെയും ഒക്കെ ഒരു പ്രതീകം കൂടിയാണ് നൊമിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക. ഓക്കെ, എഴുതിയെടുത്തോ മൊബൈൽ നോക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ച് നോക്കുക. ദെൻ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓൾറെഡി ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ വീണ്ടും കുറച്ചുകൂടി എക്സ്ട്രാ പോയിൻറ്റ്സൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളവർ എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം തന്നെ വേറെ പോയിൻറ്റ്സ് കൂടി ആഡ് ഓൺ ചെയ്ത് എഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതിനകത്ത് തന്നെ മാക്സിമം ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക നന്നായിട്ടൊക്കെ ഇതിനെ മാറ്റി എഴുതാവുന്നതുമാണ് കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള ഓൺ സെൻറ്റൻസിലൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതിയാലും നമ്മൾ ആ വ്യക്തിനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ടായിരിക്കും പറയുന്നുണ്ടാവും. ഇപ്പോൾ നൊമിതനെ പറ്റി പറഞ്ഞപ്പോഴും നൊമിത ഭയങ്കര സംഭവമാണ് ആ ഒരു രീതിക്കല്ലേ നമ്മൾ പറഞ്ഞത്, ആ രീതിക്ക് തന്നെയാണ് നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് കൈന്നിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. പക്ഷേ ഫുള്ളി അങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി എഴുതരുത്. ഈ തന്നിട്ടുള്ള മോഡൽ ഇതുപോലെ പഠിച്ച് നിങ്ങൾ എഴുതാൻ നോക്കുക. ഇതിനോടൊപ്പം കുറച്ച് സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് കൈന്നിട്ട് ആ രീതിക്ക് എഴുതാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ ഹൈപ്പ് തരാനും മറന്നു പോരുത്. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും വിഷയം സേവ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ക്ലാസ്സസ് കൂടി തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ +2 ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കൂടിയിട്ട് ഒരൊറ്റ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോം പേജ് എടുത്തിട്ട് പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിലോട്ട് പോയാലും +2 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സിൻ്റെയും ഡിസ്കോഴ്സ് ഫോർമാറ്റുകളും കുറച്ച് ലെസൺസിൻ്റെയും ഒക്കെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.
സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, പ്ലേലിസ്റ്റ് കൂടി. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.